ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാ മലയാളി പ്രേക്ഷകർക്കും SU വിഷൻ അവതരിപ്പിക്കുന്ന ടെലിവിഷൻ ടെക്നോളജി എന്ന എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. ഇന്നും നമ്മൾ ചർച്ച ചെയ്യുന്നത് DD ഫ്രീഡിഷിൻ്റെ നിലവിലുള്ള ചാനലുകളാണ്. പുതിയതായത് ഇപ്പോൾ മാർച്ച് മാസം ആണ്. അപ്പോൾ ഈ ഒരു മാർച്ച് 2018 മാർച്ച് മാസത്തിൽ DD ഫ്രീഡിഷിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പുതിയ ചാനലുകളും അതിൻ്റെ TP ലിസ്റ്റുമാണ്. അതിൻ്റെ പുറമെ എനിക്ക് മറ്റൊരു കാര്യം, അതായത് DD ഫ്രീഡിഷിൽ പുതുതായിട്ട് ഡിസ്കവറി ജീത്ത് എന്ന ചാനൽ വന്നിട്ടുണ്ട് എന്നും പറഞ്ഞിട്ട് തെന്നിന്ത്യൻ യൂട്യൂബ് ചാനൽസിലൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു. അപ്പോൾ അതിൻ്റെ ഒരു യഥാർത്ഥ വശവും കൂടി എന്താണ്, സത്യത്തിൽ DD ഫ്രീഡിഷിൽ അത്തരത്തിലൊരു ചാനൽ വന്നിട്ടുണ്ടോ എന്നുള്ളതും കൂടി പരിശോധിക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഈ ഒരു വീഡിയോ ഞാൻ ഇടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ചാനൽസ് മൊത്തം നമുക്ക് ചെക്ക് ചെയ്യാം, ഡിസ്കവറി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. പിന്നെ നമുക്ക് കിട്ടാത്ത ഒരു ചാനൽ എങ്ങനെ അവർക്ക് കിട്ടി എന്നുള്ളതും നമുക്ക് പരിശോധിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. DD ഫ്രീഡിഷിലെ പൊളിപ്പൻ ചാനലുകൾ, പുതിയ ചാനലുകൾ, പുതിയതായിട്ട് ആഡായിട്ടുള്ള ചാനലുകൾ, ഉപകാരപ്രദമായിട്ടുള്ള ചാനലുകൾ ഫ്രീ ആയിട്ട് DD ഫ്രീഡിഷ് കൊടുത്തുകൊണ്ടിരിക്കുന്ന, ഇനി ഭാവിയിൽ വരാൻ ചാൻസ് ഉള്ളത്, ഇതൊക്കെ നമുക്ക് ഇന്നത്തെ ഈ ഒരു വീഡിയോസിലൂടെ പരിശോധിക്കാം. പുത്തൻ TPയും പുതിയ ചാനലുകളും എല്ലാം നമുക്ക് വിഷ്വൽ സഹിതം മനസ്സിലാക്കാം. ഇതാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ ഞാൻ സമർത്ഥിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ട് എങ്കിൽ ദയവായി ഇവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ, അങ്ങനെ ഒരു കോമഡി എന്താ വെച്ചിട്ടുണ്ടല്ലോ, ഞാൻ ഡെയിലി എല്ലാ വീഡിയോസിലും പറയുന്നുണ്ട് നിങ്ങൾ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു ആൾ എന്നോട് പേഴ്സണലായിട്ട് സംശയം ചോദിച്ചു, നിങ്ങളുടെ വീഡിയോയിൽ എവിടെയാണ് റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉള്ളത് എന്ന്. റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഉള്ളത് വീഡിയോയിലല്ല, വീഡിയോയുടെ താഴത്താണ്. അദ്ദേഹം എന്നോട് അങ്ങനെ ചോദിച്ചു, എന്താണെന്ന് എനിക്കറിയില്ല, മനസ്സിലായില്ല. എന്നാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോ താഴത്തുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ കാണാം, റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ തൊട്ടടുത്തൊരു ബെൽ ഐക്കൺ വരുന്ന കാണാൻ സാധിക്കും. അതും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസും വൈകിട്ട് 7 മണിക്ക് നിങ്ങളുടെ കയ്യിലേക്ക് നേരത്തെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ആക്കണം എന്ന് പറയാൻ കാരണം, ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത് കൂടി നല്ല നല്ല കണ്ടൻറ്റുള്ള പുതിയ ചാനലും കൂടെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായി എങ്കിൽ നിങ്ങളുടെ ഇഷ്ടം ലൈക്കായിട്ട് ഞങ്ങളെ അറിയിക്കുക. ആ ഒരു ഇഷ്ടം നിങ്ങൾക്കുണ്ട് എങ്കിൽ മാത്രമാണ് ഇത്തരത്തിലുള്ള പുതിയ കണ്ടൻറ്റുകൾ നിങ്ങളിലേക്ക് നേരത്തെ എത്തിക്കാനുള്ള ഒരു വ്യഗ്രത, ഒരു ത്വര നമുക്കും ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഡിസ്ലൈക്കാണ് ചെയ്യുന്നത് എങ്കിൽ നമുക്ക് ആ ഒരു നെഗറ്റീവ് അപ്രോച്ച് ആയിരിക്കും നമുക്കുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് ആ പുതിയ കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള ആ ഒരു സ്പീഡപ്പ് അല്ലെങ്കിൽ ആ ഒരു മൈൻഡ് നമുക്ക് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കൂ എന്ന് പറയാൻ കാരണം. അതുപോലെ തന്നെ തീർച്ചയായും നിങ്ങൾക്ക് അറിവില്ലാത്ത സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പം നേരെ നമുക്ക് ഈ അറിവിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് കടക്കാം. നമസ്കാരം, നമുക്ക് വിഷ്വലിലോട്ട് കടന്നിരിക്കുകയാണ്. ഇപ്പം ഞാൻ എൻ്റെ സാറ്റലൈറ്റിൽ DD ഫ്രീഡിഷിൻ്റെ സാറ്റലൈറ്റ് ചൂസ് ചെയ്തു. ഇപ്പോൾ അത് എടുത്തിരിക്കുകയാണ്. DD ഫ്രീഡിഷിൻ്റെ ചാനലുകളാണ് ഇപ്പോൾ കാണുന്നത്. ഞാൻ ABS നിന്ന് DD ഫ്രീഡിഷിൻ്റെ ചാനലിൻ്റെ ലിസ്റ്റിലോട്ട് മാറി. നമുക്ക് ഒന്ന് തൊട്ട് നോക്കാം. DD ഫ്രീഡിഷിലെ ഒന്നാമത്തെ ചാനൽ ഏതാ? ഇത് ഡിഷ് TVയുടെ ചാനൽ കയറിയതാണ്. കാരണം സെയിം പൊസിഷൻ ആയതുകൊണ്ട് ഇത് ഡിഷ് TVയുടെ ചാനലാണ്. ജി ന്യൂസ് പ്ലസ്, ഇത് DD ഫ്രീഡിഷിൻ്റെ ഒന്നാമത്തെ ചാനലാണ്. DD ഫ്രീഡിഷിൻ്റെ ഫ്രീ ആയിട്ട് ലഭിക്കുന്ന ചാനലുകളാണ് ഇന്ന് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഞാൻ ശരിക്കും ഇത് ബ്ലൈൻഡ് സ്കാൻ ചെയ്തതാണ്. എൻ്റെ കയ്യിൽ TP ഒന്നുമില്ലായിരുന്നു. ഡയറക്ഷൻ ഓക്കെ ആയതുകൊണ്ട് ജസ്റ്റ് ഞാൻ എൻ്റെ LMB ഫ്രീക്വൻസി സെറ്റ് ചെയ്തിട്ട് ചുമ്മാ ഒന്ന് ബ്ലൈൻഡ് സ്കാൻ ചെയ്തപ്പം എനിക്ക് കിട്ടിയ DD ഫ്രീഡിഷിൻ്റെ ചാനലുകളാണ്. ഇതും ഡിഷ് TVയുടെ ചാനൽ വന്നതാണ്. ഒരേ സാറ്റലൈറ്റ് ഡയറക്ഷൻ ഏകദേശം അടുത്തായതുകൊണ്ട് ഡിഷ് TVയുടെ ചാനലും കൂടെ, ഫ്രീ ആയിട്ടുള്ള ചാനലും കൂടെ വരുന്നുണ്ട്. ഈ ചാനലുകൾ വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള ചാനലുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. DD ഫ്രീഡിഷ് ഒരുപാട് വിദ്യാഭ്യാസ ചാനലുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എന്തിരുന്നോ എന്തോ നമ്മുടെ വിക്ടേഴ്സ് ചാനൽ അവർ അത് കൊടുത്തിട്ടില്ല. ശരിക്കും ഞാൻ ഈ ഒരു ബ്ലൈൻഡ് സ്കാൻ ചെയ്ത് ചാനൽ സെർച്ച് ചെയ്യാൻ മെയിനായിട്ടുള്ള കാരണം, ഒരു തെന്നിന്ത്യൻ യൂട്യൂബ് ചാനലിൻ്റെ വാക്ക് കേട്ടുകൊണ്ടാണ്. അവർ ഹിന്ദി യൂട്യൂബ് ചാനൽ ഒരു വീഡിയോയിൽ കണ്ടു, ഡിസ്കവറി ജീത്ത് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് DD ഫ്രീഡിഷിലെന്ന്.
ഞാൻ നോക്കി ഡിസ്കവറി ജീത്ത് ലഭിക്കുന്ന അവർ അതിൻ്റെ ഇതും തന്നിട്ടുണ്ടായിരുന്നു, ഫ്രീക്വൻസിയും തന്നിട്ടുണ്ടായിരുന്നു. ആ വെച്ച് ഞാൻ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് സിഗ്നൽ ഒന്നും തന്നെ ലഭിച്ചില്ല. അപ്പോൾ അവർ പറഞ്ഞത് HD ആയിരിക്കണം, MX4 ആയിരിക്കണം. എൻ്റെ സെറ്റ് ഓഫ് ബോക്സ് HDയും MX4ഉം ആണ്. എന്നിട്ടും എനിക്ക് ഡിസ്കവറി ജീത്ത് എന്ന ചാനൽ DD ഫ്രീ ഡിഷിൽ ഫ്രീ ആയിട്ട് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ DD ഫ്രീ ഡിഷിൻ്റെ ഒരുപാട് ചാനൽ സ്പോട്ടുകൾ ഒഴിഞ്ഞു കിടക്കുന്നുമുണ്ട്. അതിലൊന്നും ഈ ഡിസ്കവറി ജീത്ത് അവർ സംപ്രേഷണം ചെയ്തിട്ടുമില്ല. അപ്പോൾ ശരിക്കും അവരുടെ വാക്ക് കേട്ടിട്ടാണ് ഞാൻ ഇത് സെർച്ച് ചെയ്തത്. പക്ഷെ അവർ പറയുന്ന കാര്യങ്ങളിൽ പകുതി വിശ്വസനീയമല്ല എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതിനകത്ത് എനിക്ക് ഡിസ്കവറി ജീത്ത് നിങ്ങൾക്കും ചെക്ക് ചെയ്യാൻ, ഞാനിപ്പോൾ ഇത് സെർച്ച് ചെയ്ത് ബ്ലൈൻഡ് സ്കാൻ ചെയ്താണ് നിങ്ങൾക്ക് സെർച്ച് ചെയ്ത് ഡിസ്കവറി ജീത്ത് എന്ന ചാനൽ ഈ DD ഫ്രീ ഡിഷിൻ്റെ ഈ ലിസ്റ്റിലില്ല. DD ഫ്രീ ഡിഷ് അറിയാൻ GSAT 15 93.5 ഈസ്റ്റ് ആണ്, 93.5 ഡിഗ്രി ഈസ്റ്റ് ആണ്. GSAT 15ലാണ് DD ഫ്രീ ഡിഷിൻ്റെ ചാനലുകൾ ഉള്ളത്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ, ഇപ്പം നിങ്ങൾ കാണുന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഞാൻ മുമ്പിലെ എപ്പിസോഡിൽ നിങ്ങൾ പരിചയപ്പെടുത്തൽ ആൽഫാ ബോക്സ് ആണ്. ആൽഫാ ബോക്സിൻ്റെ സോഫ്റ്റ്വെയറിലാണ് ഇപ്പോൾ നിങ്ങൾ ഈ ചാനലുകളൊക്കെ ലിസ്റ്റിൽ കാണുന്നത്. ആൽഫാ ബോക്സ് സോഫ്റ്റ്വെയറിൻ്റെ ഒരു ഡിസൈനിങ് ആണ് ഈ ഒരു TV ദൃശ്യത്തിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ആൽഫാ ബോക്സ് സോഫ്റ്റ്വെയറിന് 1-2 പ്രത്യേകതകൾ കൂടെ എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ മെയിനായിട്ടുള്ളത് ഫ്രീസിങ് ഇല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ എന്തെങ്കിലും പ്രോട്ടോക്കോളൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫ്രീസിങ് അവർ കുറേയൊക്കെ ഒഴിവാക്കി തരുന്നുണ്ട്. ഈ ഒരു ആൽഫാ ബോക്സ് സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ് എന്ന് തോന്നുന്നു. മറ്റുള്ള HD ബോക്സ് എക്സ്പ്ലോസിനേക്കാളും കുറച്ച് ഫ്രീസിങ് ഫ്രീ ആയിട്ട് ഈ ആൽഫാ ബോക്സ് സോഫ്റ്റ്വെയർ തരുന്നുണ്ട്. അതുപോലെ തന്നെ സിഗ്നൽ, അതായത് നമുക്ക് ചാനലിലെ സിഗ്നൽ മാക്സിമം കിട്ടുന്ന ക്ലിയർ ക്വാളിറ്റിയിലൊക്കെ നോക്കുക. താഴെ നോക്കുക നിങ്ങൾ സിഗ്നൽ ക്വാളിറ്റി. ഈ മുമ്പ് ഉണ്ടായിരുന്ന എക്സ്ക്രൂസർ സോഫ്റ്റ്വെയറിനെക്കാട്ടിയും ആൽഫാ ബോക്സ് സോഫ്റ്റ്വെയറിന് ക്ലിയർ 100% ഞാൻ നോക്കിയിട്ട് ക്വാളിറ്റി കാണുന്നത്. അതുപോലെ തന്നെ പിക്ചർ ക്ലാരിറ്റിയും അത്യാവശ്യം ആൽഫാ ബോക്സ് തരുന്നുണ്ട്. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു ഇത് ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണ് എന്ന് തോന്നുന്നു. അതുകൊണ്ട് ഈ ചാനലുകൾക്കുള്ള സിഗ്നൽ ഫുള്ളായിരിക്കുക, അതുപോലെ തന്നെ പിക്ചറിൻ്റെ ക്ലാരിറ്റി അത്യാവശ്യം നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഫ്രീസിങ് ഫ്രീ ആയിട്ടുള്ള ചാനലുകൾ കാണാൻ സാധിക്കുക, ഫ്രീസിങ് ഇല്ലാതെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട്. നല്ല ക്ലിയർ പിക്ചർ ക്ലാരിറ്റി, അതെനിക്ക് തോന്നുന്നു ആൽഫാ ബോക്സിൻ്റെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ പ്രത്യേകതയാണെന്ന് തോന്നുന്നു. പിന്നെ ചാനൽ നമുക്കറിയാം, നമ്മുടെ ഓരോ ചാനലും TV-യുടെ സൈസിനനുസരിച്ച് ഒരു പക്ഷേ നമ്മുടെ ചാനൽ സൈസും TV-യുടെ സൈസും വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പം അതിനനുസരിച്ച് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഏത് TV സൈസിലേക്ക് വേണമെങ്കിലും നമ്മുടെ ചാനൽ സൈസ് നമുക്ക് മാറ്റാൻ സാധിക്കും. അതിന് ആൽഫാ ബോക്സിൻ്റെ സെറ്റിങ്സിൽ വീഡിയോ സെറ്റിങ്സ് ഉണ്ട്. വീഡിയോ സെറ്റിങ്സിൽ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. ഫുൾ സ്ക്രീന്, അതുപോലെ തന്നെ ഓട്ടോ ഡയറക്റ്റ് എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്താൽ നിങ്ങൾക്ക് ഏതെങ്കിലും ചാനൽ സൈസ് ഒന്നെങ്കിൽ കൂടുതലോ സൈസ് അല്ലെങ്കിൽ കുറയോ ചെയ്യുകയാണെങ്കിൽ ആ നിങ്ങളുടെ TV-യുടെ കറക്റ്റ് സൈസിലേക്ക് ആക്കാനുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് ഈ ഒരു ആൽഫാ ബോക്സിൽ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി. ശരിക്കും HD ചാനലുകൾ എനിക്ക് ഈ ചെറിയൊരു TV-യിൽ കിട്ടില്ലായിരുന്നു, HD ചാനൽ. അപ്പോൾ അത് TV-യുടെ സൈസാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ആൽഫാ ബോക്സിൽ ആ ഒരു സെറ്റിങ്സിൽ വീഡിയോ സെറ്റിങ്സിൽ കയറി ആ HD ചാനലിലെ സൈസ് ഞാനൊന്ന് മാനുവലായിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു HD ചാനൽ പൂർണ്ണമായിട്ടും എൻ്റെ TV-യിലേക്ക് കൊണ്ടുവരാൻ പാകത്ത് ആ ഒരു സൈസിൽ എൻ്റെ TV-യുടെ ആ ഒരു സൈസിലേക്ക് കൊണ്ടുവരാൻ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഓരോ ചാനലുകളും നമുക്ക് ഒന്നെങ്കിലും ഓട്ടോമാറ്റിക്കായിട്ടോ അല്ലെങ്കിൽ ഫുൾ സ്ക്രീൻ ആയിട്ടോ അല്ലെങ്കിൽ ഓട്ടോ ഡയറക്റ്റൊക്കെ ആയിട്ട് ഇടുകയാണെങ്കിൽ അവർ തന്നെ ചെയ്ത് നമുക്ക് സെറ്റാക്കി തരുന്ന രൂപത്തിലേക്ക് ആ സൈസ് അഡ്ജസ്റ്റ് ചെയ്ത് തരും. ഇത് എനിക്ക് തോന്നുന്നു ആൽഫാ ബോക്സിൽ ഞാൻ കണ്ട ഒരു പ്രത്യേകതയാണ്. ഇതെല്ലാം സ്റ്റാർ ഭാരതി നിങ്ങൾ കാണുന്നത് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊന്നും വിശദീകരിക്കുന്നില്ല. ഫ്രീക്വൻസി സൈഡിൽ കാണുന്നുണ്ട്. സിഗ്നൽ ക്വാളിറ്റി നോക്കുക, 1% പോലും കുറയുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു എടുത്തു പറയേണ്ട പ്രത്യേകത. 1% പോലും കുറവില്ല. ഇത് ഞാൻ ഈ ഒരു ആൽഫാ ബോക്സിൽ മാത്രമാണ് കണ്ടത് സിഗ്നൽ ക്വാളിറ്റി. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം, ഇവിടെ നിങ്ങൾക്ക് ഒരു പക്ഷേ ക്ലിയർ കാരണം നമുക്കൊരു ചെറിയൊരു പര്യാപ്തത കുറവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്യാമറയ്ക്ക് ഇപ്പോൾ ഞാൻ ഈ ഷൂട്ട് ചെയ്യുന്ന ക്യാമറയ്ക്ക് ക്ലിയർ കുറവുണ്ട്. അത് നമ്മുടെ ഒരു സാങ്കേതികപരമായിട്ടുള്ള ഒരു
പുരോഗതി ഇല്ലാത്തതുകൊണ്ടാണ്. അത് നിങ്ങൾ ദയവായി ക്ഷമിക്കണം. നമ്മുടെ ക്യാമറയ്ക്ക് ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് ശരിക്കും അവിടെയുള്ള ആ ഒരു ഫ്രീക്വൻസി നോട്ട് ചെയ്യാൻ സാധിക്കാതിരിക്കുന്നത്, ചാനൽ ഫ്രീക്വൻസി. അപ്പോൾ നിങ്ങൾക്ക് ചാനൽ ഫ്രീക്വൻസി നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക്സാറ്റ് എന്ന വെബ്സൈറ്റിൻ്റെ www.linksat.com അതിൽ കയറിയിട്ട് ജിസാറ്റ് 15 DD ഫ്രീ ഡിഷിൻ്റെ 93.5 ഡിഗ്രി ഈസ്റ്റിലുള്ള സാറ്റലൈറ്റിൻ്റെ ഫ്രീക്വൻസികൾ നിങ്ങൾ നോട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ഇതിൽ കൊണ്ടുവന്ന് സ്കാൻ ചെയ്ത് നോക്കുക. അന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ സൈഡിൽ ക്വാളിറ്റി എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും, യൂട്യൂബ് വീഡിയോ ക്വാളിറ്റി. അതിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉള്ള ക്വാളിറ്റിയിലേക്ക് ഇട്ടിട്ട് നിങ്ങളൊന്ന് പൗസ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ചാനലിൻ്റെ വിഷ്വൽ കാണാൻ സാധിക്കുന്നുണ്ടോ എന്ന്. ക്വാളിറ്റിയിലുള്ള മാറ്റങ്ങളാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നമ്മുടെ ക്യാമറ ക്വാളിറ്റി കുറവായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ലിങ്ക്സാറ്റിൽ കയറിയിട്ട് ആ ഒരു ജിസാറ്റിൻ്റെ ആ ഒരു ഫ്രീക്വൻസി നോട്ട് ചെയ്തിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യുക. ഡിസ്കവറി ജീത്തിന് വേണ്ടി ഞാൻ സ്കാൻ ചെയ്തിട്ട് ഡിസ്കവറി പോയിട്ട് ഒന്നും തന്നെ എനിക്ക് ലഭിച്ചില്ല. തെന്നിന്ത്യൻ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ വിശ്വസിച്ചുകൊണ്ടാണ് ഞാനിത് ചെയ്തത്. ശരിക്കും അവരങ്ങനെ പറ്റിക്കുമെന്ന് എനിക്ക് തോന്നിയില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് ബോധ്യമായി ചില കാര്യങ്ങളിൽ അവർ തട്ടിപ്പ് നടത്തുന്നുണ്ട്. ഭായിമാരല്ലേ, പറയാൻ പറ്റില്ല. നോക്കുക, താഴെ നിങ്ങൾ ക്വാളിറ്റിയുടെ കാര്യം നോ കോംപ്രമൈസ് ആണ്. ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു തുള്ളി പോലും കുറവില്ല എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ സ്റ്റാർ ഉത്സവ്, ഇതിനകത്ത് 1-2 നല്ല ചാനലുകളുണ്ട്. സ്റ്റാർ ഉത്സവ്, സി അൻമോൾ സിനിമ, അതുപോലെ തന്നെ രക്സ്തി സിനിപ്ലെക്സ്, സോണി മിക്സ്, സ്റ്റാർ സ്പോർട്സ്, B4U, 9XM ജൽവ, മനോരഞ്ജൻ മൂവീസ്, അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു DD സ്പോർട്സ് എന്ന ചാനലിനകത്ത് ലഭ്യമാണ്. അതുപോലെ സ്റ്റാർ സ്പോർട്സ്. ഈ DD സ്പോർട്സ് ഞാൻ എടുത്തു പറയാൻ കാരണം, നമുക്കറിയാം, നമുക്ക് ഇന്ത്യയുടെ മാച്ച് നടക്കുമ്പോൾ, ഇന്ത്യയുടെ മാച്ച് ക്രിക്കറ്റ് മാച്ചാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ക്രിക്കറ്റ് മാച്ച്, അന്താരാഷ്ട്ര ക്രിക്കറ്റ് മാച്ച് നടക്കുമ്പോൾ അത് DD സ്പോർട്സിൽ മാത്രമാണ് പ്രക്ഷേപണം ചെയ്യുക. മറ്റുള്ള ഒരു ഇതിലും അവർ പ്രക്ഷേപണം ചെയ്യുന്നില്ല. അപ്പോൾ ഈ DD സ്പോർട്സിൽ നമുക്ക് ലഭിക്കണമെങ്കിൽ അത് DD സ്പോർട്സ് നമ്മുടെ DD ഫ്രീ ഡിഷിൻ്റെ സാറ്റലൈറ്റ് പ്രക്ഷേപണം ചെയ്യുന്ന DD സ്പോർട്സിലാണ് ആ ഒരു ചാനൽ ലഭിക്കുകയുള്ളൂ. അല്ലാതെ നമ്മളിപ്പോൾ എയർടെല്ലോ വീഡിയോകോണോ അതിലുള്ള DD സ്പോർട്സിൽ നമ്മൾ വെക്കുകയാണെങ്കിൽ ആ ഒരു മാച്ച് കാണാൻ സാധിക്കില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, DD ഫ്രീ ഡിഷിൻ്റെ സാറ്റലൈറ്റിൽ പ്രക്ഷേപണം ചെയ്യുന്ന DD സ്പോർട്സ് തന്നെ വാച്ച് ചെയ്യണം. ബാക്കിയുള്ള കോർട്ട് ഓർഡറാണ് അത് ബാൻ ചെയ്യാനുള്ള കാരണം. അതായത് മാച്ച് മാത്രം, ബാക്കിയുള്ള പ്രോഗ്രാമുകൾ കുഴപ്പമില്ല, ലൈവ് ഇന്ത്യൻ മാച്ച്, ക്രിക്കറ്റ് മാച്ചുകൾ മാത്രമാണ് ഇങ്ങനെ ഞാൻ കണ്ടിട്ടുള്ളത്. അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനികൾ പ്രക്ഷേപണം ചെയ്യുന്നത്, ഇപ്പോൾ സോണി 10-1 അല്ലെങ്കിൽ സ്റ്റാർ സ്പോർട്സ് 1 അത്തരം ചാനലുകളൊക്കെ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ലഭിക്കും. ഇപ്പോൾ ഫ്രീ ആയിട്ട് ലഭിക്കുന്നത് DD സ്പോർട്സ് ആണ്. DD സ്പോർട്സിൻ്റെ അവസ്ഥയാണ്. ഈ കാണുന്നതൊക്കെ വിദ്യാഭ്യാസ ചാനലുകളായതുകൊണ്ടാണ് ഞാൻ വേഗം ഓടിച്ചു വിട്ടത്. ഇതിലുള്ള ഒരേ ഒരു HD ചാനൽ DD നാഷണൽ HD ആണ്. DD HD എന്ന് പറഞ്ഞ നാഷണൽ, ഇത് കാണുന്നതാണ് HD ചാനലാണ്. ആ കാണുന്ന സൈറ്റിൽ നോക്കുക, നാഷണൽ HD ചാനലാണ്. അത്യാവശ്യം നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ട്. HD എന്ന സൈഡിൽ എഴുതി കാണാൻ സാധിക്കും. ഇതാണ് പ്രസാർ ഭാരതിയുടെ DD ഫ്രീ ഡിഷിൽ പ്രക്ഷേപണം ചെയ്യുന്ന ജിസാറ്റ് 15 എന്ന സാറ്റലൈറ്റ് 93.5 ഡിഗ്രി KU ബാൻഡിൽ പ്രക്ഷേപണം ചെയ്യുന്ന ചാനലുകളും അവയുടെ TP ലിസ്റ്റുമാണ് പ്രേക്ഷകർ ഇതുവരെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വിദ്യാഭ്യാസ ചാനലുകളും അവൈലബിൾ ആണ്. ഇത്രയും ചാനൽ, ഏകദേശം 143ഓളം ചാനലുകളാണ് ലഭ്യമായിട്ടുള്ളത്. വരും കാലങ്ങളിലെ പുതിയ അപ്ഡേഷന് വേണ്ടി ഈ ചാനൽ നിങ്ങൾ ഫോളോ ചെയ്യുക, വാച്ച് ചെയ്യുക.
ആൽഫ ബോക്സ് സോഫ്റ്റ്വെയറിൽ നമുക്ക് ലഭിച്ച ചാനലുകൾ ഇതുവരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വിശദീകരണം ഇവിടെ അവസാനിക്കുകയാണ്. വിഷ്വൽസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതാണ് ഡിസ്കവറി ജീത്ത് എന്ന ചാനലിന് ആ ഒരു ഹിന്ദി യൂട്യൂബേഴ്സ് കാണിച്ചിരിക്കുന്ന TP. അവർ ഈ ഒരു കംപ്ലയിൻറ്റ് ഞാൻ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് നിങ്ങളുടെ സെറ്റ് ഓഫ് ബോക്സ് HD MX4 ആയിരിക്കണം. എൻ്റെ സെറ്റ് ഓഫ് ബോക്സ് ഓൾറെഡി HD MX4 ഒക്കെ തന്നെയാണ്. അപ്പോൾ ഈ ഒരു TP നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഡിസ്കവറി ജീത്ത് കിട്ടുന്നുണ്ടോ എന്ന്. ഒരു പക്ഷേ എനിക്ക് കിട്ടില്ല എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് കിട്ടാനും ചാൻസ് ഉണ്ട്. കാരണം അങ്ങനെയാണ് നമ്മൾ ഓരോ ഇതനുസരിച്ചാണ് ഓരോ സമയം അനുസരിച്ച് ഒരു പക്ഷേ നിങ്ങൾക്ക് കിട്ടിയേക്കാം. അതായത് നിങ്ങളും കൂടി ഈ ഒരു TP ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഡിസ്കവറി ജീത്തിൻ്റെ TP ആണ്. രണ്ട് ചാനലായിട്ട് ഡിസ്കവറി നോർമലും ഡിസ്കവറി ജീത്ത് HDയും ഉണ്ട് എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ രണ്ട് പോസ്റ്റിൽ ഞാൻ കാണിച്ച രണ്ട് വ്യത്യസ്തമായ TPകളാണ്. ഇനി ആ ഒരു നിലയിൽ ഉപകാരപ്രദമായ ചാനലുകൾ മാത്രമുള്ള TP, അതായത് കളേഴ്സ്, സിനിപ്ലെക്സ്, റസ്തി, സ്റ്റാർ സ്പോർട്സ്, അതുപോലെ തന്നെ സോണി മിക്സ്, 9X ജൽവ, 9XM, അതേപോലെ സോണി വാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് നല്ല ചാനലുകളുണ്ട്. അപ്പോൾ അതിൻ്റെ TPയും കൂടെ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ആ TP. നമ്മുടെ വീഡിയോയ്ക്ക് വിഷ്വൽസിന് ക്ലിയർ കുറവാണെങ്കിൽ നിങ്ങൾ ദയവായി ക്ഷമിക്കണം. നമ്മുടെ ക്യാമറ അത്ര വലിയ പഞ്ചുള്ള ക്യാമറയൊന്നുമല്ല, സാധാ ഒരു ഒപ്പിച്ചുണ്ടാക്കിയ ഒരു ക്യാമറ ആയതുകൊണ്ടാണ് നമുക്ക് അത്ര വലിയൊരു സാങ്കേതിക വിദ്യയൊന്നും നമുക്ക് കൈവശമില്ല. നിങ്ങൾ ഈ ഒരു ചാനൽ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമ്മളും HD ക്ലാരിറ്റിയുള്ള ക്യാമറ യൂസ് ചെയ്തുകൊണ്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യും. എപ്പിസോഡുകളിൽ കുറച്ച് മാറ്റങ്ങളും വിഷ്വൽസിന് കുറച്ചൊക്കെ ഒരു തനിമയൊക്കെ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമിക്കും. കാരണം നമുക്ക് ആ ഒരു സാങ്കേതികവിദ്യ അപര്യാപ്തമായതുകൊണ്ട് അത്തരത്തിലൊരു സാമ്പത്തിക ലെവലിൽ നമുക്ക് ഈ ഒരു ചാനലിന് ലഭിക്കാത്തത് കൊണ്ട് നിങ്ങളുടെ സപ്പോർട്ടിൻ്റെ കുറവ് മൂലമൊക്കെയാണ് ഇത്തരത്തിലുള്ള ക്ലിയർ ക്വാളിറ്റി കുറഞ്ഞ വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട ഒരു ഗതികേട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് നല്ലതാണെങ്കിൽ നമ്മൾ വീണ്ടും മെച്ചത്തിൽ നിന്നും ഓരോ പടി ഉയർന്നുകൊണ്ട് നിങ്ങൾക്ക് പുത്തൻ അറിവുകൾ നല്ല ക്ലാരിറ്റിയിൽ, നല്ല ശബ്ദ മികവിൽ, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒന്നും ഇല്ലാത്ത നല്ല ശബ്ദ മികവിൽ നിങ്ങളിലേക്ക് നേരത്തെ തന്നെ എത്തിക്കാൻ ഞങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇവിടെ എഴുതിയിരിക്കുന്ന ഈ ഒരു TP നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ പുതിയ കണ്ടന്റുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്താൻ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, അതുപോലെ തന്നെ വീഡിയോസ് ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിലുള്ള ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ്, അതുപോലെ തന്നെ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ്, പേഴ്സണൽ മെസ്സേജ് ഒക്കെ ആയിട്ട് ഞങ്ങളെ അറിയിക്കുക. നിങ്ങളുടെ ഓരോ സംശയങ്ങൾക്കും ഞങ്ങൾ കാതോർത്തിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു സോഫ്റ്റ്വെയറും മറ്റും അതരത്തിലുള്ള വീഡിയോസിനെ പറ്റിയുള്ള എന്തെങ്കിലും തിരുത്തുകളൊക്കെ ഉണ്ടെങ്കിൽ അതും ഈ ഒരു ഡിസ്ക്രിപ്ഷനിലായിരിക്കും നമ്മൾ പോസ്റ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. പുത്തൻ ചിന്തയും പുതിയ അറിവുമായിട്ട് നമുക്ക് മറ്റൊരു എപ്പിസോഡിൽ കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.